ഇപ്പോൾ കണ്ടെത്തിയ ശരീരാവശിഷ്ട ഭാഗങ്ങൾ എപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൊണ്ടുപോകും, അവിടെ നിന്ന് എപ്പോഴാണ് ഇത് റിസൾട്ട് ലഭ്യമാവുക എന്ന് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗികമായ വിശദീകരണം ഇപ്പോൾ ലഭിച്ചിട്ടില്ല. അതിൻ്റെ പോലീസ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് ഈ രാത്രി തന്നെ പോലീസ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മംഗളൂരുവിലെ ലാബിലേക്ക് അയക്കാനാണ് സാധ്യത. അങ്ങനെ മംഗളൂരുവിലെ ലാബിൽ എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് ലഭ്യമാവാൻ എത്ര സമയമെടുക്കും എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം നമ്മൾ ബന്ധപ്പെട്ടപ്പോഴും ഔദ്യോഗികമായി ലഭ്യമായിട്ടില്ല. അതിന് ആവശ്യമായി ഏറ്റവും ചുരുങ്ങിയ സമയം മാത്രമേ എടുക്കൂ. എത്രയും പെട്ടെന്ന് റിസൾട്ട് ലഭ്യമാക്കാനുള്ള ഇടപെടൽ ഉണ്ടാവും എന്ന് മാത്രമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഈ DNA പരിശോധന ഫലം റിസൾട്ട് ലഭ്യമാവേണ്ടതുണ്ട്. അത് എന്നാണ് ലഭിക്കുക എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായൊരു സൂചന ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിട്ടില്ല. അത് ലഭ്യമാവുന്ന മുറക്ക് മാത്രമേ മൃതദേഹം കുടുംബത്തിന് കൈമാറാൻ കഴിയൂ. അത് വൈകില്ല എന്ന വിവരം മാത്രമേ ലഭിക്കുന്നുള്ളൂ. വൈകില്ല, കുടുംബവുമായി അക്കാര്യം സംസാരിക്കും എന്ന് കാർവാർ MLAയും സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ലോറി കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയ ലോറി പുഴയുടെയും ഓരത്ത് ഇപ്പോൾ നിർത്തി അത് അവിടെ എടുത്തു വെച്ചിട്ടാണുള്ളത്. അത് കൂടുതൽ കരഭാഗത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് ഡ്രഡ്ജർ ഉപയോഗപ്പെടുത്തി അത് കരഭാഗത്തേക്ക് നീക്കിക്കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തുന്നു. അതിന് 2 ക്രെയിനുകളാണ് ഉപയോഗപ്പെടുത്തിയത്. ഈ 2 ക്രെയിനുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ശ്രമം വിജയിച്ചില്ല. 2 തവണയും അത് പരാജയപ്പെട്ടു. വടം കെട്ടി മുകൾ ഭാഗത്തേക്ക് ഉയർത്താനുള്ള ശ്രമമാണ് പരാജയപ്പെട്ടത്. ഇനി പകൽ സമയത്ത് അത് തുടരാനുള്ളൊരു നീക്കമാണ് കാണുന്നത്. താൽക്കാലികമായി അത് അവസാനിപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. ആവശ്യത്തിന് വെളിച്ചവും ഇല്ല. അതുകൊണ്ട് താൽക്കാലികമായി ഈ ശ്രമം ഇപ്പോൾ ഉപേക്ഷിക്കുകയും പിന്നീട് അത് ആ ശ്രമം നാളെ പുനരാരംഭിക്കുകയും ചെയ്യും എന്നാണ്. ഔദ്യോഗികമായി അങ്ങനെ ഇപ്പോൾ അവസാനിപ്പിക്കും എന്നൊരു സൂചന നൽകിയിട്ടില്ല. പക്ഷേ നമ്മൾ ഇവിടുന്ന് കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഇപ്പോൾ ഉയർത്താനുള്ളൊരു നീക്കം ഇനി നടത്തില്ല എന്ന് തന്നെയാണ്. ഇന്ന് രാവിലെ തന്നെ നടത്തിയ മുങ്ങൽ പരിശോധനയിലാണ് ഈ വലിയ വാഹനഭാഗം കണ്ടെത്തിയത്.